പിറന്നാൾ ദിവസം അല്ലെങ്കിൽ വിശേഷമുള്ള എന്തെങ്കിലും ദിവസങ്ങൾ അടുക്കുമ്പോഴോ മരണം സംഭവിക്കുമ്പോൾ അത് അവർക്ക് മാത്രമോ അവരുടെ കുടുംബത്തിന് മാത്രമോ അല്ല, അവരുടെ സന്തോഷ ദിവസം ആഘോഷിക്കാനിടുന്ന എല്ലാവരെയും ആ വാർത്ത തകർക്കാറുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കേട്ട വാഹനാപകട വാർത്ത തന്നെയാണ് എന്ന് പറയാം. തിരുവല്ലത്താണ് ഈ അപകടം സംഭവിച്ചത്. ബൈക്കിൽ കാറടിച്ച് സുഹൃത്തുക്കളായ IT ഉദ്യോഗസ്ഥർ മരിച്ചത് പിറന്നാൾ ദിനത്തിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടെ. എറണാകുളം വാഴപ്പള്ളി മുളവൂർ നിരപ്പ് വലിയ വീട്ടുപറമ്പിൽ നവീൻ സിബി, സുഹൃത്ത് തൊടുപുഴ മുട്ടം മ്രാല അരികുപുറത്ത് വീട്ടിൽ ഉമ്മൻ വർഗീസിന്റെ മകൾ മൃദുല ആൻ ഉമ്മൻ എന്നിവരാണ് മരിച്ചത്. രണ്ടുപേർക്കും 25 വയസ്സായിരുന്നു. നവീനിന്റെ പിറന്നാളായിരുന്നു വ്യാഴാഴ്ച 9-ാം തീയതി. ബൈപ്പാസ് തിരുവല്ലം ടോയ് പ്ലാസയ്ക്ക് സമീപം വ്യാഴം വൈകിട്ട് 3:30-യോടെയാണ് അപകടം ഉണ്ടായത്. മൃദുലയും നവീനും കോളേജ് പഠനകാലം മുതൽ തന്നെ സുഹൃത്തുക്കളായിരുന്നു. ഇരുവരും ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കാനായി കോളത്തേക്ക് പോകുന്നതിനിടയിലാണ് അപകടം നടന്നത്. മൃദുല സംഭവ സ്ഥലത്തും നവീൻ ആശുപത്രിയിലെത്തിച്ച ശേഷവുമാണ് മരിച്ചതെന്ന് തിരുവല്ല പോലീസ് തന്നെ പറയുന്നുണ്ട്. കോളേജ് കാലഘട്ടം മുതൽ തന്നെ തുടങ്ങിയ സൗഹൃദം അവർ ജോലി കിട്ടിയപ്പോഴും ഇണപിരിയാത്ത സുഹൃത്തുക്കളായി തന്നെ തുടർന്നുപോയി. അത് അവരുടെ വീട്ടുകാർക്കും നന്നായി അറിയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അടുത്ത സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ തകർന്നിരിക്കുകയാണ് ഈ വാർത്ത കേട്ട്. നിയന്ത്രണം തെറ്റി ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം കൂടുതലായത്. ഇരുവരും മരിച്ചതെന്ന ആദ്യ നിഗമനത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ പോലീസിന് തോന്നിയ സംശയം കേസിൽ വഴിത്തിരിവായി. ബൈക്കിന് പിന്നിൽ കാർ ഇടിച്ചാണ് അപകട കാരണമെന്ന് കണ്ടെത്തി. കഴക്കൂട്ടത്തെ UST ഗ്ലോബൽ കമ്പനിയിൽ ടെസ്റ്റിംഗ് വിഭാഗം ഉദ്യോഗസ്ഥനാണ് നവീൻ. കിൻഫ്രയിൽ ഇവൈഗ് കമ്പനിയിൽ അസോസിയേറ്റ് ആണ് മൃദുല. മൃദുലയുടെ മാതാവ് സജി ഉമ്മൻ, സഹോദരങ്ങൾ അച്ചു, സുസു. ബൈപ്പാസിൽ അപകട മരണങ്ങൾ ആവർത്തിക്കുമ്പോഴും നിസ്സംഗതയോടെ അധികൃതർ ഇപ്പോഴും നോക്കി നിൽക്കുകയാണ്. ബൈപ്പാസിൽ തിരുവല്ലത്തിന് പറയുമൂടിന് മധ്യ അപകടങ്ങൾ തുടർ സംഭവങ്ങളാണ്. തിരുവല്ല പാച്ചല്ലൂർ, ചുടുകാട്, വാഴമുട്ടം, വെള്ളാർ, കോവളം ജംഗ്ഷൻ, മുക്കോല, പയറുമൂട് തുടങ്ങിയവയെല്ലാം തന്നെ ബ്ലാക്ക് സ്പോട്ടുകളായി കണ്ട് അപകടരഹിത മേഖലയായി തന്നെ മാറ്റണമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യമെന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. സൗഹൃദം തന്നെ ഏറ്റവും കൂടുതൽ നിൽക്കുമ്പോൾ മരണത്തിലും ഇണപിരിയാത്ത കൂട്ടുകാരെ പോലെ അവർ ഒരുമിച്ച് മരിച്ചത് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും വേദനയായി മാറുന്നത്. പണ്ട് മുതലേ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ചാണ്. രണ്ടുപേരുടെയും പിറന്നാളുകൾക്ക് സമ്മാനങ്ങളും ഒക്കെയായി എത്താറുമുണ്ട്. അവർ തന്നെയാണ് ഇപ്പോൾ പിറന്നാൾ ദിവസം ആഘോഷിക്കാനായി പോയി മരണത്തിലേക്ക് വഴുതി വീണത്.